Hello guys, welcome back to channel Civil Engineering Updated. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിന്റെ തേർഡ് പാർട്ടാണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ നോക്കിയത് രണ്ട് സെക്ഷൻ നോക്കി കഴിഞ്ഞിരിക്കുന്നു. ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞിരിക്കുന്നു, RCCയുടെ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞിരിക്കുന്നു, എസ്റ്റിമേഷന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിന്റെ third part. Okay, first question നോക്കാം. For the validity of principle of superposition, material should behave in which manner? ഏത് രീതിയിലാണ് മെറ്റീരിയൽ ബിഹേവ് ചെയ്യേണ്ടത്? ലീനിയർ ഇലാസ്റ്റിക് ആണോ, നോൺ ലീനിയർ ഇലാസ്റ്റിക് ആണോ, നോൺ ലീനിയർ ഇൻഇലാസ്റ്റിക് ആണോ, ലീനിയർ ഇൻഇലാസ്റ്റിക് ആണോ? ഓക്കെ, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ്, അതൊക്കെ എക്സാമ്പിൾ ആണ്. ഓക്കെ, സോ സൂപ്പർപൊസിഷൻ ഏതിലാണ് വാലിഡിറ്റി? ഷിയർ ഫോഴ്സിന്റെ ബെൻഡിങ് മൊമെന്റ് നോക്കുകയാണെങ്കിൽ ലീനിയർലി ഇലാസ്റ്റിക് മെറ്റീരിയൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ലീനിയർലി ഇലാസ്റ്റിക് ആയിരിക്കണം അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ സൂപ്പർപൊസിഷൻ വാലിഡിറ്റി ഏത് മെറ്റീരിയൽ, ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്? ലീനിയർ ഇലാസ്റ്റിക് ആയ ഗ്രാഫ് കാണിക്കുന്ന മെറ്റീരിയൽ ആണ് വാലിഡിറ്റി. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രാജുവലി അപ്ലൈഡ് സ്റ്റാറ്റിക് ലോഡ് ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം ദെയർ. എന്താണ് വിത്ത് ടൈം ചേഞ്ച് ആവാത്തത്? മാഗ്നിറ്റ്യൂഡ് ആണോ, ഡയറക്ഷൻ ആണോ, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ആണോ? ഓൾ ദ ഓപ്ഷൻസ് കറക്റ്റ് ആണോ? അപ്പോൾ സ്റ്റാറ്റിക് ലോഡിന്റെ എക്സാമ്പിൾ നമുക്ക് ഡെഡ് ലോഡ് എന്ന് എടുക്കാം. ഒരു ബീവിന്റെ ഡെഡ് ലോഡ്. ഓക്കെ, ഡെഡ് ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവത്തില്ല വിത്ത് ടൈം, കറക്റ്റ് ആണ്. ഡയറക്ഷൻ ചേഞ്ച് ആവത്തില്ല, കറക്റ്റ് ആണ്. പോയിന്റ് ഓഫ് ആപ്ലിക്കേഷനും ചേഞ്ച് ആവത്തില്ല. അപ്പോൾ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. ഡെഡ് ലോഡിന്റെ നമ്മൾ സ്റ്റാറ്റിക് ലോഡിന്റെ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡെഡ് ലോഡ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഡൈനാമിക് ലോഡിലാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ആയാലും ഡയറക്ഷൻ ആയാലും പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ആയാലും വേരി ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A composite beam is composed of two equal strips, one of brass and other of steel. If the temperature is raised, temperature കൂടിയാൽ എന്ത് വേരിയേഷൻ ആണ് ഉണ്ടാകുന്നത്? Steel experiences tensile force, brass experiences compressive force, composite beam get subjected to couple. All the options are correct. അപ്പോൾ നമുക്ക് സെക്ഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു കമ്പോസിറ്റ് ബീം എടുക്കാം. ഓക്കെ, കമ്പോസിറ്റ് ബീം എടുക്കാം. കമ്പോസിറ്റ് ബീം എടുത്തിട്ട് നമുക്ക് ഇതിന്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ നമുക്ക് ബ്രാസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, മേളത്തെ ഭാഗത്ത് ബ്രാസും താഴത്തെ നമുക്ക് സ്റ്റീൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, മേളത്തേല് ബ്രാസും താഴത്തേല് സ്റ്റീൽ. ഓക്കെ, പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് വാല്യൂ അല്ലെങ്കിൽ ആൽഫയുടെ വാല്യൂ ബ്രാസിൽ കൂടുതലാണ് ആസ് കമ്പയർ ടു സ്റ്റീൽ. ഓക്കെ, ബ്രാസിൽ കൂടുതലാണ് ആസ് കമ്പയർ ടു സ്റ്റീൽ. അപ്പൊ എന്താണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബ്രാസിൽ എക്സേർട്ട് ആവുന്നത് കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ബ്രാസിൽ എക്സേർട്ട് ആവുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് ആയിരിക്കും. ഇത് കാരണം സ്റ്റീൽ ഏതായിരിക്കും എക്സേർട്ട് ആവുന്നത്? ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, സ്റ്റീലില് ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓപ്ഷൻ റീഡ് ചെയ്യാം. സ്റ്റീൽ എക്സ്പീരിയൻസസ് ടെൻസൈൽ ഫോഴ്സസ്, കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ബ്രാസ് എക്സ്പീരിയൻസസ് കംപ്രസീവ് ഫോഴ്സസ്, കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. കമ്പോസിറ്റ് ബീം ഗെറ്റ് സബ്ജക്റ്റഡ് ടു കപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ഇതില് എന്താണ്? കംപ്രസീവ് നേച്ചർ ആണ്. ഇതിലെന്താണ്? ടെൻസൈൽ നേച്ചർ ആണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കപ്പിൾ പോലെ ഫോം ആവുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ ഓപ്ഷൻ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എന്താണ്? ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓൾ ദ ഓപ്ഷൻസ് ആർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A linear force deformation relation is obtained in materials having elastic stress strain property, having plastic stress strain property, which are rigid elastic material, none of this. Okay, ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ having linear elastic stress strain property ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, പക്ഷെ ഓപ്ഷനിൽ അങ്ങനെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇത് ഓപ്ഷൻ തെറ്റാണ്, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. അപ്പൊ ആൻസർ നമ്മൾ ഏത് മാർക്ക് ചെയ്യും? ഡി എന്ന് മാർക്ക് ചെയ്യും. ബിക്കോസ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹാവിംഗ് ലീനിയർ ഇലാസ്റ്റിക് സ്ട്രെസ് സ്ട്രെയിൻ പ്രോപ്പർട്ടി ആണ്. അത് ഓൾറെഡി ഗ്രാഫ് ആണ്, ഇത് നമ്മൾ നോക്കിയതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ അബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ടിൽ ഇലാസ്റ്റിക് ലിമിറ്റ്. സോ അബിലിറ്റി ഓഫ് മെറ്റീരിയലിന് എന്താണ് പറയുന്നത്? അബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ടിൽ ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണ് പറയുന്നത്? റെസിലിയൻസ് ആണ്. ഇത് നമ്മൾ നോക്കിയതാണ്. ഇതിന് പറയുന്ന പേരാണ് റെസിലിയൻസ്. ഓക്കെ, സോ ഡക്ടിലിറ്റി ആണോ, മെലിബിലിറ്റി ആണോ, ഇലാസ്റ്റിസിറ്റി ആണോ? നൺ ഓഫ് ദീസ് ആണ്. നൺ ഓഫ് ദീസ് ആണ്. റെസിലിയൻസ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a material has identical property in all direction, it is said to be homogeneous ആണോ, elastic ആണോ, isotropic ആണോ? None of these ആണ്. ഇത് ഓൾറെഡി നോക്കിയതാണ്. Isotropic ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If all the dimensions of prismatic bar are double, എല്ലാ ഡയമെൻഷനും നമ്മൾ ഡബിൾ ചെയ്യുവാണെങ്കിൽ the maximum stress produced in it under its weight will decrease, increase by 2 times, increase by 3 times, increase to 2 times, increase to 3 times. None of these are. Okay, നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു സെക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, പ്രിസ്മാറ്റിക് ബാർ. ഓക്കെ, ഒരു ബാർ നമുക്ക് കൺസിഡർ ചെയ്യാം. പ്രിസ്മാറ്റിക് ബാർ, ഇതിന്റെ W ആണ് വെയിറ്റ്. ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ W. നമുക്ക് സെക്ഷൻ DX എടുക്കാം. ഓക്കെ,
ഈ സെക്ഷൻ എന്ന് പറയുന്നത് dx ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ a ആണ്. ഓക്കെ, W ലോഡാണ് ആക്ട് ആവുന്നത്. ഓക്കെ, നമുക്ക് വളരെ ബേസിക് ആയിട്ട് നോക്കാം. സ്ട്രെസ്സിന്റെ ഫോർമുല എന്താണ്? സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഈ കേസിൽ ഫോഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? യൂണിറ്റ് വെയിറ്റ് ഇൻടു വോള്യൂം. ഓക്കെ, മെറ്റീരിയലിനെ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് വെയിറ്റ് ഇൻടു വോള്യൂം. അപ്പോൾ വോള്യൂം എന്ന് പറഞ്ഞാൽ എന്താണ്? വോള്യൂം എന്ന് പറഞ്ഞാൽ a ഇൻടു ഡി എക്സ്. a ഇൻടു ഡി എക്സ്. അപ്പോൾ നമുക്ക് വോള്യൂം കിട്ടും. ഓക്കെ ആണോ? വോള്യൂം എന്ന് പറഞ്ഞാൽ a ഇൻടു ഡി എക്സ്. അപ്പോൾ നമുക്ക് വോള്യൂം കിട്ടും. ഓക്കെ, പിന്നെ എന്താണ് നോക്കേണ്ടത്? അപ്പൊ പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ടോട്ടൽ ലെങ്ത് എത്രയാണ്? നമുക്ക് ടോട്ടൽ ലെങ്ത് എത്രയാണ്? 0 to L. ഓക്കെ, ഇവിടെ ലെങ്ത് 0 ആണെങ്കിൽ ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ L ആയിരിക്കും. ഓക്കെ, അപ്പൊ 0 to L കൺസിഡർ ചെയ്യണം. അപ്പൊ നമ്മൾ ഇന്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വാല്യൂ കിട്ടുന്നത്? ലാംഡ ഇൻറ്റു L എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു സെക്ഷന്റെ സിമ്പിൾ ആയിട്ട് ജനറൽ ഫോമില് ലാംഡ ഇൻറ്റു L കിട്ടും. ഓക്കെ, ഇതാണ് ജനറൽ കേസിൽ. ഇനി നമ്മൾ ഇൻ കേസ് ഇതിൽ നമ്മൾ ഡയമെൻഷനെ ഡബിൾ ആക്കുകയാണ്. ഓക്കെ, ഡയമെൻഷനെ ഡബിൾ ആക്കുമ്പോൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഡയമെൻഷൻ ഡബിൾ ആക്കുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് നമുക്ക് രണ്ട് കേസ് ഉണ്ട്. ഒന്നെങ്കിൽ സ്ക്വയർ ആവാനുള്ള ചാൻസ് ഉണ്ട്, ഒന്നെങ്കിൽ സ്പെറിക്കൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. സ്പെറിക്കൽ ആകുമ്പോൾ ഡയമീറ്റർ ആവും, ഡയമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ എന്തായാലും ഏരിയ ഇപ്പൊ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഡബിൾ, സ്ക്വയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഡബിൾ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ 4a എന്തായാലും വരും. അതേപോലെ നമ്മൾ സ്ക്വയറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അപ്പോഴും 2a ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് സ്ക്വയർ ചെയ്യുമ്പോൾ എന്താണ് ഏരിയ വരുന്നത്? 4a എന്ന് തന്നെ വരും. ഓക്കെ, രണ്ട് കേസിലും 4a തന്നെയാണ് വരുന്നത്, സ്പെറിക്കൽ ആയാലും നമ്മുടെ സ്ക്വയർ ആയാലും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ലാംഡ ഇൻറ്റു 4a ഇൻറ്റു ഡി എക്സ് ബൈ 4a. ഡൗട്ടില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഡബിൾ ആണ്. ഓക്കെ, നമ്മൾ ലെങ്ത്തിനെ ഡബിൾ ചെയ്യണം. അപ്പൊ ലെങ്ത് ഡബിൾ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2l, 0 ഇൻറ്റു 2l. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ ക്യാൻസൽ ആയി ആൻസർ വരുമ്പോൾ ലാംഡ ഇൻറ്റു L ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 ടു 2l. ഓക്കെ, 0 ടു 2l. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ലാംഡ L, 2 ഇൻറ്റു ലാംഡ L. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഇൻക്രീസ് ബൈ 2 ടൈംസ്. ഇതിന് കാണുന്നത് മറ്റും ഇൻക്രീസ് ബൈ 2 ടൈംസ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇൻക്രീസ് ബൈ 2 ടൈംസ്. ഓക്കെ, പി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇൻക്രീസസ് ടു 2 ടൈംസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question എന്താണ്? The yield moment of a cross section is defined as moment that will just produce the yield stress is outermost fiber of the section ആണോ, innermost fiber of the section ആണോ, neutral fiber of the section ആണോ, fiber everywhere ആണോ? So ഇതിന്റെ ആൻസർ ഏതാണ്? അപ്പൊ നമ്മൾ ന്യൂട്രൽ ആയിട്ട് നമ്മൾ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ സെക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ന്യൂട്രൽ ആക്സിസ്. അതേപോലെ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ, നമ്മൾ സ്ട്രെസ് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇതിന്റെ സ്ട്രെസ് എന്ന് നോക്കുവാണെങ്കിൽ ഇതിന്റെ എക്സ്ട്രീം ഫൈബറിൽ മാക്സിമം ആയിരിക്കും. ഓക്കെ, എക്സ്ട്രീം ഫൈബറിൽ മാക്സിമം ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഫൈബറിലായിരിക്കും കൂടുതൽ. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർ മോസ്റ്റ് ഫൈബർ ഓഫ് സെക്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മുടെ ജനറൽ ആണ്. ഓക്കെ, അപ്പോൾ എ ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The total strain energy of a beam of length L having moment of inertia of its section I when subjected to bending moment M is m square by 2 e m square by ei into dx ആണോ, m square by 2 ei into dx ആണോ, m square by 2 ei into dx 0 to L ആണോ, or none of these ആണോ? ഇതിന് വളരെ ബേസിക് ആയിട്ടുള്ള ഫോർമുലയാണ്. സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, 0 to L m square by 2 ei into dx. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A rod of a uniform cross section A and length L deformed by delta when subjected to normal force P, the Young's modulus of the material is. വളരെ ബേസിക് ആണ്. Young's modulus ഫോർമുല എന്താണ്? Stress by strain. Okay, stress by strain. Okay, so stress by strain. അപ്പോൾ സ്ട്രെസ്സിന്റെ ഫോർമുല എന്താണ്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ ഏരിയ. സ്ട്രെയിനിന്റെ ഫോർമുല എന്താണ്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഓക്കെ, അപ്പൊ ഇത് ഏതാണ് മാച്ച് ആവുന്നത് നോക്കണം. അതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇ എന്ന് പറഞ്ഞാൽ പി എൽ ബൈ എ ഇൻറ്റു ഡെൽറ്റ ഇ. ഓക്കെ, പി എൽ ബൈ എ ഇൻറ്റു ഡെൽറ്റ അതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഇതിൽ ഏതാണ് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരുന്നത്. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? ദ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ടിൽ ബ്രേക്കിംഗ് ഓർ റപ്ചർ ടേക്കൺ പ്ലേസ് ഈസ് നോൺ ആസ് ഹാർഡ്നെസ്. എന്താണ് കറക്റ്റ്? നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ടഫ്നെസ് ആണ് പറയുന്നത്, കറക്റ്റ് അല്ല. നെക്സ്റ്റ് എന്താണ്? ദ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു അബ്സോർബ് എനർജി ടിൽ ബ്രേക്കിംഗ് ഓർ റപ്ചർ ടേക്കൺ പ്ലേസ് ഈസ് നോൺ ആസ് ടഫ്നെസ്. ഇത് കറക്റ്റ് ആണ്.
Okay. Next, the ability of material to absorb energy till breaking or rupture is taking place is known as brittleness. Isn't it? B is the correct option. Okay, B is the correct option. Next question. Which of the following statement is true? This statement is correct. Limit of proportionality depends upon the area of cross section. Area of cross section depends ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Limit of proportionality depends upon type of loading എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ limit of proportionality depends on type of material എന്നാണ് പറഞ്ഞിരിക്കുന്നത്. All the options are correct. D option. ഇതാണ് correct option. ഇതിൽ നമ്മൾ നോക്കേണ്ടത് limit of proportionality depends on cross section. ഒരിക്കലും cross section ഡിപെൻഡ് ചെയ്യത്തില്ല. ഇത് തെറ്റാണ്. അതേപോലെ type of loading ഡിപെൻഡ് ചെയ്യത്തില്ല. ഇത് തെറ്റാണ്. മെറ്റീരിയൽ ആണ് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഡിപെൻഡ് ചെയ്യുന്നത്. ആ ഗ്രാഫ് നമ്മൾ നോക്കിയത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അതിനെപ്പറ്റി. ഓക്കെ, സോ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി വാലിഡ് ആവുന്ന പോയിന്റ് ആണ് ഇത്. ഓക്കെ ഓക്കെ, സോ ഇത് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഡിപെൻഡ്സ് ഓൺ ടൈപ്പ് ഓഫ് ദ മെറ്റീരിയൽ. ടൈപ്പ് ഓഫ് ദ മെറ്റീരിയൽ സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് സെക്ഷനിൽ നോക്കിയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Beam composed of more than one material rigidity connected together as to behave as one piece are known as compound beam ആണോ, intermediate beam ആണോ, determinate beam ആണോ, composite beam ആണോ? ഇതിൽ എന്താണ് പറയുന്നത്? രണ്ട് ഡിഫറെന്റ് മെറ്റീരിയലിനാണ് കൺസിഡർ ചെയ്യുന്നത്. മോർ ദാൻ വൺ മെറ്റീരിയൽ റിജിഡ്ലി കമ്പൈൻഡ്. അതിനെന്താണ് പറയുന്നത്? കമ്പോസിറ്റ് ബീം എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ട് ഡിഫറെന്റ് മെറ്റീരിയലിനെ ഒന്നായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ കമ്പോസിറ്റ് ബീം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Poisson ratio is defined as the ratio of axial strain to transverse strain, axial strain to shear strain to axial strain, none of this. അപ്പോൾ axial നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. lateral strain to longitudinal ആണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ അതിൽ ഓപ്ഷൻ ഒന്നും മാച്ച് ആവുന്നില്ല. അപ്പോൾ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, lateral by longitudinal dimension. ഓക്കെ, നെക്സ്റ്റ്. Identify the correct statement. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്? Hooke's law is valid up to elastic limit. Hooke's law is valid up to yield point. Hooke's law is valid up to limit of proportionality. None of these are correct. None of these are no option. Okay, Hooke's law എവിടം വരെയാണ് വാലിഡ്? പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെയാണ് Hooke's law വാലിഡ്. ഇത് നമ്മൾ ആ ഒരു ഗ്രാഫിൽ തന്നെ നമുക്ക് എല്ലാം ക്ലിയർ ആണ്. ഓൾറെഡി ലിങ്ക് ഷെയർ ചെയ്തായിരുന്നു ഫസ്റ്റ് സെക്ഷൻ, ഫസ്റ്റ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ സെക്ഷനിൽ താഴെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ നമ്മുടെ ഈ ഒരു ഗ്രാഫിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ്ലി സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒരു സെക്ഷൻ നോക്കിയാൽ നമുക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവും. അത് കണ്ടാൽ മതി, എല്ലാം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാണ്? Hooke's law is valid up to limit of proportionality. ഓക്കെ, അടുത്ത സെക്ഷൻ നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നാളത്തെ സെക്ഷനിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക്സ് എ ലോട്ട്.